ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, രക്ഷാകര ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. മംഗളവാർത്തയുടെ മഹാരഹസ്യമാണ് ഇന്നത്തെ സുവിശേഷം. ദൈവിക പദ്ധതിയെ വെളിപ്പെടുത്തുന്ന മംഗളവാർത്തയെ ആഴത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. മുഖ്യദൂതനായ ഗബ്രിയേൽ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് കൈറെ കെക്കറിത്തോമനെ എന്നാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിക്കുക. കൈറെ എന്നാൽ ആനന്ദിക്കുക എന്നാണ്. ഗ്രീക്ക് ലോകത്ത് പ്രചാരത്തിലിരുന്ന സാധാരണ അഭിവന്ദനമായി തോന്നാം. എന്നാൽ ബൈബിൾ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വാക്കിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട്. പഴയ നിയമത്തിൽ 4 പുസ്തകങ്ങളിൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. മിശിഹായുടെ വരവിലുള്ള സന്തോഷത്തിൻ്റെ പ്രഘോഷണത്തെ സൂചിപ്പിക്കാനായിട്ട് ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. മിശിഹ വരുന്നതിൻ്റെ സന്തോഷത്തെ സൂചിപ്പിക്കാനാണ് കൈറെ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കും: സിയോൻ പുത്രി ആനന്ദഗാനമാലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം: ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക, കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സക്രിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യം: ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രി സന്തോഷിച്ച് ആഹ്ലാദിച്ചു കൊള്ളുക. ഈ വാക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് മിശിഹായുടെ വരവിൽ ആനന്ദിക്കുക എന്നതാണ്. മാലാഖയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയിരിക്കുന്നു. സിയോൻ പുത്രിയുടെ ആൾ രൂപമാണ് പരിശുദ്ധ മറിയം. മിശിഹായുടെ സുനിശ്ചിതമായ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ പരിശുദ്ധ മറിയത്തിൽ സാക്ഷാത്കൃതമായി. പരിശുദ്ധ അമ്മയുടെ ആനന്ദം ദൈവകൃപയിൽ നിന്നാണ്. ദൈവകൃപ നിറഞ്ഞവൾ എന്ന പുതിയ നാമം ദൈവം അവൾക്ക് നൽകിക്കൊണ്ട് ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. പുതിയ ദൗത്യം നൽകുന്ന പരിശുദ്ധ അമ്മയെ ധൈര്യപ്പെടുത്തുകയാണ് ദൂതൻ. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട് എന്ന് പരിശുദ്ധ അമ്മയെ ധൈര്യപ്പെടുത്തുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൗത്യം നൽകുന്നവരുടെ കൂടെ കർത്താവ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ യാക്കോബിനോട് ദൈവം പറയുകയാണ്: ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുകയാണ്: ഞാൻ നിന്നോട് കൂടെയുണ്ട്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്: ഞാൻ മോശയോട് എന്ന പോലെ നിന്നോട് കൂടെയുണ്ടാകും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഗിദെയോനോട് ദൈവം പറയുകയാണ്: ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ജെറമ്യ 1:8 വായിക്കും: നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. മോശയോടും ജോഷയോടും ഗിദെയോനോടും ജെറമ്യയോടും കൂടെ ഉണ്ടായിരുന്ന ദൈവം പരിശുദ്ധ അമ്മയോടും കൂടെ ഉണ്ടാകുമെന്ന് ദൂതൻ പറയുകയാണ്. അതിനാൽ
പുതിയ ദൗത്യത്തിൽ തളരാതെ മുന്നോട്ടു പോകുവാൻ പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. പരിശുദ്ധ അമ്മ അസ്വസ്ഥയായി. ഭയത്തിൽ നിന്നുള്ള അസ്വസ്ഥതയല്ല ഇത്. ഈ ദൗത്യത്തിന് ഞാൻ പ്രാപ്തയാണോ എന്ന ചിന്തയിൽ നിന്ന് വന്ന അസ്വസ്ഥതയാണ്. അസ്വസ്ഥപ്പെട്ട മറിയത്തിനോട് ദൂതൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഫൈൻഡ് ഫേവർ വിത്ത് ഗോഡ്. നീ പ്രീതിക്ക് പാത്രമായി മാറി എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ പ്രീതിക്ക് പരിശുദ്ധമ്മ പാത്രമായി. ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി തീർന്ന നീ ഭയപ്പെടേണ്ട എന്നാണ് ദൂതൻ പറയുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ എന്ന് മാലാഖ പറയുകയാണ്. പ്രീതിക്ക് പാത്രമായ മനുഷ്യർക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 34 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ജോസഫ് പൊത്തിഫറിൻ്റെ പ്രീതിക്ക് പാത്രമായി. അവൻ തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാത്തിൻ്റെയും ചുമതല അവനെ ഏൽപ്പിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 6 അധ്യായം 8 വാക്യം. നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ജലത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ പിതാവായിട്ട് നോഹ മാറി. ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായ പരിശുദ്ധ മറിയമേ, നീ ഭയപ്പെടേണ്ട എന്നാണ് ദൂതൻ പറയുന്നത്. അസ്വസ്ഥയായ മറിയം ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തിനോട് സമ്മതം പറയുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. ശ്രേഷ്ഠമായ സമ്മതം നൽകുകയാണ് പരിശുദ്ധ അമ്മ. മനുഷ്യവംശത്തിൻ്റെ വിധിയെ മാറ്റുന്ന മഹത്തായ സമ്മതം. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ്റെ വിസമ്മതം ദൈവമനുഷ്യ ബന്ധത്തെ താളം തെറ്റിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ നോക്കുന്നതിന് പകരം അവനിലേക്ക് തിരിഞ്ഞ് സ്വന്തം വഴിയെ ചരിക്കാൻ ആരംഭിച്ചു. ദൈവത്തിൽ നിന്നും അകന്ന ഒരു ജനത. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ശ്രേഷ്ഠമായ സമ്മതം വഴി നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ പാത തുറന്നു കൊടുക്കുകയാണ്. അതാണ് ഈ ശ്രേഷ്ഠമായ സമ്മതത്തിൻ്റെ പ്രത്യേകത. മംഗളവാർത്ത വഴി രക്ഷയുടെ വാതിൽ പരിശുദ്ധ അമ്മ മനുഷ്യർക്കായി തുറന്നു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മംഗളവാർത്ത ഒരു മഹാരഹസ്യമാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമാകാം. അങ്ങനെ പുതിയ ദൗത്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ഒരുക്കമുള്ള ഹൃദയത്തോടെ ഈ ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.